ടോപ്പ് സിംഗറിൽ ഫ്രീ ആയിട്ടൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്. അതൊരെണ്ണം എടുക്കട്ടെ? എടുക്കട്ടെ, ഉറപ്പല്ലേ? 3 പേർക്കും എടുക്കട്ടെ. പിന്നെ വേണ്ടാന്ന് പറയരുത്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ടെസക്കുട്ടി ഓൺ സ്റ്റേജ്. അമ്മൂമ്മയോ? ആ സുന്ദരി ചേച്ചിയെ വന്നിട്ട് അമ്മൂമ്മന്ന്. അതെ, എന്നെ അമ്മൂമ്മേനെ പോലെ ജിനിച്ചേട്ടൻ ഇത്തവണ ഡ്രസ് മാറ്റിയേ. ഇതാണോ അമ്മൂമ്മ? ചട്ടയും മുണ്ടോ? ഇതിപ്പോ മാളികപ്പുറമായിട്ട് ശബരിമല പോകുന്നുണ്ടല്ലോ. കണ്ടിട്ട് മാത്രം അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയൊരു കെട്ട് കെട്ടിയാ മതി, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട്. എനിക്ക് നാടോട് നൃത്തം പോലെ തോന്നുന്നുണ്ട്. അതിനാണ് ഇങ്ങനെ തൊടുപ്പിടുക. LP സ്കൂളിലെ ഈ മുണ്ട കൊടുത്തോണ്ട് വന്നിട്ട് അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കോടമ്പുളിയിട്ട് വെച്ച് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അറിയാം. എന്തുകൊണ്ട് വിശേഷം? അതാ ഞാൻ ആദ്യം ചോദിക്കാൻ വന്നേ. അത് നമ്മൾ അങ്ങോട്ട് ചോദിക്കണ്ടല്ലേ? നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ. വാട്ട് ഇസ് ദ വിശേഷം? പുതിയ വിശേഷങ്ങൾ. വാട്ട് ഇസ് ദ വിശേഷം? പറഞ്ഞോ. ഞങ്ങൾക്ക് മലയാള പുരസ്കാരം ഇല്ലേ, ആ ഞങ്ങൾക്ക് കിട്ടിയ അവാർഡ്. മലയാള പുരസ്കാരം? ആർക്ക്? മലയാള പുരസ്കാരം എനിക്ക്. ബേബിക്ക്. എവിടുന്നാ കിട്ടിയത്? എറണാകുളത്തുനിന്ന്. അതിന്റെ മലയാള പുരസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലെ ബെസ്റ്റ് ബേബി ടെസ ബേബി, അതാണോ? എന്തൊക്കെയാ ചോദിക്കുന്നേ? അപ്പൊ എന്താ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ അതിനപ്പുറത്തേക്കൊന്ന് ചോദിക്കരുത്. അതില്ലേ ഞങ്ങളുടെ സീരിയലില്ലേ, അതിനകത്ത് ചെയ്തത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പരസ്യങ്ങൾ കിട്ടിയേ. ഏതൊക്കെയാന്ന് പറയട്ടെ? സ്കൂബിയുടെ, പിന്നെ ഒരു ഗവൺമെന്റിന്റെയും ഒരു പരസ്യം, അങ്ങനെ കൊറേ കിട്ടിയേ. ആ ഗവൺമെന്റിന്റെ പരസ്യമില്ലേ, അത് ഇവിടെ ഒക്കെ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന പോലെയൊക്കെയാണ് അഭിനയിച്ചത്. ഇവിടെ മുറിവൊക്കെ ഇങ്ങനെ ചേച്ചേ മേക്കപ്പ് ചെയ്തേ, എന്നിട്ട് അത് വലിച്ചപ്പോ ഇങ്ങനെ. ശരിക്കും അപ്പൊ മോഹൻലാല് അങ്കിളൊക്കെ എങ്ങനെയായിരിക്കും കഷ്ടപ്പെടുന്നുണ്ടാവും? അത് ഓർത്തു. സത്യം. അതിനാണോ മലയാള പുരസ്കാരം കിട്ടിയത്? എന്തായിരുന്നു ചേച്ചിയോട് ചോദിക്കട്ടെ. ബഹുമുഖ പ്രതിഭ എന്ന് പറഞ്ഞിട്ടാണ് മലയാള ഭാഷാ പുരസ്കാരം. അപ്പോ സീരിയല്, സിനിമ, ആർട്സ്, അങ്ങനെ മൊത്തം കൂടെ നോക്കിയിട്ട് ആർട്സ് കാറ്റഗറിയിലല്ലേ? ഓ ശരി ശരി. അതിനൊരു സംശയമില്ലല്ലോ, മൾട്ടി ഫേസ്ഡ് ജീനിയസ് അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി അടിപൊളി. എന്നിട്ടില്ലേ ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് കുസൃതി ചോദ്യം കൂടി ഇടയ്ക്ക് കേട്ടണം. എല്ലാം അറിയണം അല്ലേ? അറിയണം, എനിക്ക് അറിഞ്ഞാ പറ്റും. കുസൃതി ഇപ്പൊ ചോദിച്ചോ. ഒരു ചേട്ടൻ ഒരു സ്ഥലത്ത് പെട്ടിയെടുത്തേക്കുമായിരുന്നു. എന്നുവെച്ചാ ഒരു സാധനം ഇല്ല അവിടെ. എന്നുവെച്ചാ അവിടെ ഒന്നുമില്ല. ആ ചേട്ടന്റെ കയ്യില് എലിയുണ്ട്. ചേട്ടന് വിശക്കുവാ. ചേട്ടൻ വെജിറ്റേറിയനാ. എന്ത് ചെയ്യും ചേട്ടൻ? എല തിന്നും. എലിയുണ്ട്. എലിയാണോ? ഓ എലി ചള്ളാണേ. ചള്ളാണോ? ചള്ളു ക്വസ്റ്റ്യനാ. ഒരു ചള്ളു ക്വസ്റ്റ്യനാ. എനിക്കറിയാം ഇത്. ചേച്ചിക്ക് കൂടുതൽ ബുദ്ധിയുണ്ട്. ആരും പറഞ്ഞില്ല, ഞാൻ പറയട്ടെ. പക്ഷെ അത് വേറൊരു ഇതാക്കിയാണ് ആൻസർ. ഇടിച്ച് പരിപ്പാക്കും. എന്നിട്ട് ആ പരിപ്പ് എടുത്ത് ചേട്ടൻ തിന്നു. ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ പരിപ്പെടുത്ത് തിന്നാൻ പറ്റുമോ? അങ്ങേർക്ക് വിഷം തിരിക്കല്ലേ? വേണ്ട പുള്ളിക്ക് വിഷം തിരിക്കും പറഞ്ഞില്ലേ? ഓ അങ്ങനെ. അത് ചള്ള ചോദ്യമാണ്. ഈ എലി അടിച്ച പരിപ്പ് കിട്ടുമോ? എന്തിനു ഇടിച്ചാലും പരിപ്പ് കിട്ടും. ചിലപ്പോ കഥയിൽ ചോദ്യമില്ല. അപ്പൊ പാട്ട് അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, ഇട്ടുവച്ച നല്ല എന്തുണ്ട്, ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ, ചെറുമണി. എല്ലാം കൂടി ഇപ്പൊ പാടണോ? ചെറുമണി, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ, മച്ചുണ്ട്. ഈ അയല എന്ന് പറഞ്ഞല്ലേ അയല ഫിഷ് അല്ലേ? അതിന് ഇംഗ്ലീഷ് എന്താ?
ഫിഷ്. മീനിന്റെ Fish തന്നെ. ഇംഗ്ലീഷ് ഫിഷ്. അയല എന്ന് പറഞ്ഞ ഫിഷിന്റെ ഇംഗ്ലീഷ് എന്താ? ഫിഷ്. അറിയത്തില്ല. ഫിഷ് എന്ന് പറഞ്ഞ മീനല്ലേ? അയലക്ക് ഒരു പേര്. ഇവിടെ എന്നാ ഒരു clue കൊടുക്ക്. ടെസ്സക്കുട്ടിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്സക്കുട്ടി ഉടനെ പറയണം ഐ എം എ ഗേൾ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഐ എം ടെസ്സ എന്നല്ലേ പറയുന്നത്. അതുപോലെ അയല എന്നുള്ള എന്നാ ഞാൻ പറയട്ടെ. പറയും. അയലയുടെ പേര് ഞാൻ കിട്ടൂന്നിടാം. തൽക്കാലം കിട്ടുന്നിട്ടേക്കാന്ന്. പോരെ? അതാണ് നമുക്ക് എളുപ്പം കേട്ടോ. എന്തേ sir, അത് അടിപൊളി. അടിപൊളിയായിരുന്നു. തോറ്റില്ല, അടിച്ചു പൊളിച്ച് തോറ്റു. അതൊക്കെ പറഞ്ഞു കൊടുത്തേക്ക്. ഇത് ഇന്ത്യൻ മാക്കറൽ. ഇന്ത്യൻ Mackerel. കരിമീനിന്റെ ഇംഗ്ലീഷ് എന്താ? ബ്ലാക്ക് ഫിഷ് എന്നായിരിക്കും അല്ലേ? ബ്ലാക്ക് ഫിഷ്. ബ്ലാക്ക് ഫിഷ്. പേൾ സ്പോട്ട് ആണ്. പോൾസ്പോട്ടോ? Pearl spot, ആ. എന്നാണ് അതിന്റെ പേര്. എന്തൊക്കെ അത് കേട്ടിട്ടുണ്ട് കേട്ടോ, pearl spot. വാക്കുണ്ടാക്കുന്നേ. ഞാൻ ഉണ്ടാക്കിയല്ല. അത് ശരിക്കും ഉള്ളതാ. അപ്പൊ നമുക്ക് പാടണ്ടേ? അതെ. ഇത് കേട്ടിട്ടെ വെറൈറ്റി ഒരു സാധനം ഉണ്ടേ. ആ കളരിയും ക്ലാസിക്കലും ബോളിവുഡും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം. ഓക്കെ. അതെങ്ങനെയാ? ഇപ്പൊ ആദ്യം പാട്ട് കേട്ടല്ലോ. പാട്ട് കേട്ടു. പാട്ട് ഓക്കെ. കഴിഞ്ഞു. ഓക്കെ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്.
സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞങ്ങളൊക്കെ കൊതിപ്പിച്ച് കളഞ്ഞല്ലോ ഞങ്ങളെല്ലാം. അയ്യോ ആ ഭരണിയിൽ എന്താ? അതെ, ഉപ്പിലിട്ടത്. ഭരണിയില് ഉപ്പിലിട്ട മാങ്ങ, ആ നെല്ലിക്ക, നെല്ലിക്ക, കത്തിരിക്ക അല്ലേ, എല്ലാം ഉണ്ട്. ആര്യച്ചേച്ചിക്ക് കൊതി വരുന്നു. ആര് ചേച്ചി? ആ വേണ്ട പൊക്കോ, അവിടെ നിന്നാ ഞാൻ കഴിച്ചു. വേണ്ടെങ്കി വേണ്ട, ഞാൻ നോക്കട്ടെ. രസകുട്ടി, ദാ, തൊട്ടടുത്ത് നിൽക്കുന്ന ആരാണ്? ഉപ്പിലിട്ട മാങ്ങയാണോ? ഉപ്പിലിട്ട മാങ്ങയല്ലേ എന്റെ അനിയറ? കണ്ണിമാങ്ങ. എവിടേക്കാ ചിന്ത പോകുന്ന മധു സാറിന്? ഉപ്പിലിട്ട മാങ്ങയാണോ എന്ന് ചോദിച്ചില്ലേ? കുഞ്ഞു പറഞ്ഞ പേരെന്നാന്ന് പറഞ്ഞേ? ശിവ. ഇത്തിപ്പോരല്ലേ ഉള്ളൂ. നോക്കിക്കോ എങ്ങനെ ഉണ്ടെന്ന്. അല്ല എത്ര വയസ്സ് വ്യത്യാസമുണ്ട് രണ്ടുപേരും? ഇതിന് 4 വയസ്സ്, 4 വയസ്സ് കരയാറായി. കരയാറായി. ടെസ ബേബിക്കോ? ഇത് എനിക്ക് 7 വയസ്സ്. 7 വയസ്സ്. അപ്പൊ ഭയങ്കര ഡിഫറൻസാ. അതെ അതെ, വലിയ ഡിഫറൻസാ. 5 years വ്യത്യാസം. അയ്യോ എന്തൊക്കെ പറയുന്നു? പറയുന്നേ. മാത്സിന് ലോ ആണല്ലേ? ആ മാത്സ്. MJ സാർ എഞ്ചിനീയറിംഗും തോറ്റതാ. കണ്ടോ, കഷ്ടക്കാരും ഇരുന്ന് ചിരിക്കുക. ഞാൻ തോറ്റുപോയി ഇടയ്ക്ക്. എന്ത് ചെയ്യാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ആ ഐറ്റം കാണിച്ചു തരട്ടെ. അത് കാണിക്കാം. കളരി, ക്ലാസിക്കൽ അത് ഡാൻസ്, കാണിക്കും. പിന്നെ വോളിബോൾ. Yes. उडुराजमुखी मृगराजकडी गजराज विराजितमन्दगती घनसार सुगन्धि विलासिनी कनकाङ्गि विकार समुद्रसुते उडुराजमुखी मृगराजकडी गजराज विराजितमन्दगती നയനങ്ങളിലഞ്ജനകാന്തകണം അധരത്തിലരംഗമരന്ധരസം പ്രണയോജ്വലകാവ്യകലാവതിനി സുരലോകവിഹാരിണി ചാരുലതേ ഉഡുരാജമുഖി മൃഗരാജകടേ ഗജരാജ വിരാജിതമന്ദഗതി गणरञ्जित काञ्चन कान्तिमयं स्तनकुम्भतरङ्गिक सञ्चलनं मणिमेखल पूण्डनितम्बतडं नव पद्मदळाः സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി. മിടുക്കി. എന്തൊരു ടാലന്റഡ് ആ നമ്മുടെ ടെസ ബേബി. സോ ടാലന്റഡ് ടെസ ബേബി, സോ ടാലന്റഡ്. അതെ 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 അതെ. രസകുട്ടി, നിങ്ങളില്ലേ ആ അടുത്ത ഓണം വരുമ്പരേ ആ എനിക്ക് ആ ഈ റാപ്പ് സോങ് പാടണമെന്ന് ഇഷ്ടല്ലേന്നോ? ആ റാപ്പ് സോങ് പാടുന്നത്. വേടൻ ആ പറഞ്ഞത്. വേടൻ ചേട്ടനോട് ചോദിച്ചേ ആ അടുത്ത തവണ കളിക്ക് പാടണേ, ഉം. എന്നെ വേണ്ടി സെറ്റ് ചെയ്ത് വെക്കണേ. ഓക്കേ. ആ മധുചേട്ടൻ അടുത്ത തവണ എന്നെ റാപ്പ് പഠിപ്പിക്കുവോ? പാടാം. എന്നെ പഠിപ്പിക്കുവോ? ആ. ഓക്കെ, ഞാൻ പാടാം. ഈ എം ജംഗിൾ ഇല്ല ഞാൻ ഇവിടെ ഇല്ല. ഞാനിവിടെ ഇല്ല. ഇല്ല ഇല്ല എല്ലാവർക്കും ഞാനിവിടെ ഇല്ല. ഇവിടെ ഇല്ല. രസകുട്ടി, യു ആർ ദി ബെസ്റ്റ്. പോരെ, യു ആർ ദി ബെസ്റ്റ്, വെരി ബെസ്റ്റ്. അതല്ല ചെയ്യാൻ പറഞ്ഞേ. പിന്നെ ഈ കളരി ഞാൻ എം ജംഗിളിനോട് പഠിപ്പിച്ച ആ. എം ജംഗിൾ എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് പാട്ട് പഠിപ്പിച്ചു തരുന്നു. അതൊക്കെ അതൊക്കെ ഫ്രീ ആയിട്ട് പാട്ട് പഠിപ്പിച്ചു തരാം. പക്ഷെ കളരി എന്നെ കൊണ്ട് പറ്റും. അത് ശരിയാ. സൂപ്പർ ആക്കാം ആണോ? നമുക്ക് അതൊക്കെ എന്നെ ഇവിടെ നിന്ന് പെറുക്കി എടുത്തോണ്ട് പോകണം. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അത് റെഡിയാണല്ലോ. ആംബുലൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? എം ജംഗിളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പാട്ട് കലക്കി, അതെ, ഡാൻസ് കലക്കി. അനിയന്റെ അഭിനയം കലക്കി. അനിയൻ കലക്കിയാണോ? രണ്ടുപേരും. മിടുക്കനായിരുന്നു. അതെ, അനിയൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം ഒരേ ഭക്ഷണം തന്നെ എടുത്ത് കഴിച്ചു. തന്നെ എടുത്ത് കഴിച്ചു. അതെ, അതെ. കൊള്ളായിരുന്നോ? മീൻ കറി കൊള്ളായിരുന്നോ? ശിവ, ഒരു മടിയം നീ ഭർത്താവ്. വറുത്തതായിരുന്നു. സോറി, ജീവ. ജീവ. അയ്യോ, ജീവയായിരുന്നോ? നമ്മള് ശിവ 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 എന്നാ കേട്ടെ. ആ ജീവ, നമ്മള് മീൻ കറി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. സത്യം പറയാലോ, മറ്റേ ഇതിനകത്ത് കണ്ടിട്ടില്ലേ? ഡമ്മിയാണോ? ഒരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളത്തില്ല. എന്താ ടെസ ഉണ്ടാക്കിയത് കൊള്ളില്ല എന്നാണല്ലോ പറയണത്. ഞാൻ ഉണ്ടാക്കിയതല്ല. ഞാൻ ഉണ്ടാക്കിയതാ. ശരി. എന്തായാലും കൊള്ളാം ടെസ ബേബി. കിടിലം പാട്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് അത് കൊള്ളാന്ന് പറയാം. അല്ല എന്തായാലും പാട്ട് പാടി നമ്മളെയൊക്കെ കൊതിപ്പിച്ചു. നീ വീട്ടിൽ പോയിട്ട് അത് തന്നെ കഴിക്കണേ. ആ കഴിക്കും ഉറപ്പായിട്ടും. തുമ്പപ്പൂ ചോറും പിന്നെ ഇത് അയല പൊരിച്ചത്, കരിമീൻ വറുത്തത്, മൂക്കാത്ത മുരിങ്ങൊക്കെ എല്ലാം കഴിക്കും ഞാൻ. ഓക്കെ, എല്ലാം കഴിക്കണേ. അപ്പോ നമ്മളെ എല്ലാവരെയും കൊതിപ്പിച്ച ടെസ ബേബിക്ക് നന്ദി.
നന്ദി നന്ദി, നന്ദി. നമസ്കാരം. വീട്ടിൽ പൊക്കോ. ഒരട്ടെ അങ്ങനെ ഒരു ജീവ മധുരമഴ. മധുരമഴ മിഠായി മഴ മധുരമഴ മിഠായി മഴ മധുരമഴ മിഠായി മഴ എനിക്ക് അവിടെ നിന്ന് നീക്കാൻ പറ്റണില്ല. ഇതൊരെണ്ണം എടുത്തോട്ടെ. ചേച്ചിയുടെ ആണോ? ഓ പരിപാടി കൊള്ളാം. സൂപ്പറാ ചേച്ചി. ഈ ഒരു വിചാരമല്ലേ ഉള്ളൂ. വേണം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? പോവാൻ പറ്റുന്നില്ല. ടാറ്റാ. ബൈ. ബൈ, ഗുഡ് നൈറ്റ്. കേൾക്കുമ്പോ തന്നെ ഒരു വിശപ്പുണ്ടാക്കണ പാട്ടിലെ വായിലൊക്കെ വെള്ളം നിറഞ്ഞു. അയല പൊരിച്ചത്, കരിമീൻ വറുത്തത്, പിന്നെ എന്താ കൊടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി. എന്തെല്ലാം കറിയല്ലേ? നോൺ വെജ് മാത്രമല്ല, വെജും ഉണ്ട്. അവിയല്, സാമ്പാർ, പുളിശ്ശേരി, പച്ചടി, കിച്ചടിയും എല്ലാം ഉണ്ട്. അതെ. ഞാൻ ആലോചിക്കുന്ന ഇങ്ങനെ ഒരു പാട്ട് എഴുതുന്നതിനെ പറ്റിയാണ്. ഒരു സിറ്റുവേഷന് അതെ അതെ അതെ. ഈ നമ്മുടെ കറികളും എല്ലാം ചേർത്ത് ഒരു പാട്ട്, അത് തീർച്ചയായിട്ടും തമ്പി സാറിന് ഒരു വലിയൊരു നമസ്കാരം കൊടുക്കണം. സത്യം, ഉറപ്പായിട്ടും. അതുപോലെ അതിൻ്റെതായിട്ടുള്ള ആ എഴുത്തിന്റെ പോലെ തന്നെ ഈണോ MSV സാറിന്റെ, അതെ അതെ. അതൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് രണ്ടും കൂടി, അല്ലെ? വരികളും അതിന്റെ സംഗീതവും. പക്ഷെ ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് എന്താന്ന് പറയട്ടെ. എന്താ? നമ്മള് പുറത്തൊക്കെ പോകുമ്പം ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അതാ എനിക്ക് ഓർമ്മ. നമ്മുടെ ചേച്ചിമാർക്കുണ്ട് ഇതുപോലെ കുടുംബശ്രീ യൂണിറ്റ്. ഞാൻ മിക്കപ്പോഴും അവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റി, നല്ല